ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ ഗുഡ് മോർണിംഗ് ആണ്. പക്ഷെ ഗുഡ് മോർണിംഗ് എന്താ പറയുക, രാവിലെ ഇപ്പോൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ്. രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കാവുമേ. വീഡിയോ എടുക്കാനുള്ളൊരു മൂടേ ഇല്ലായിരുന്നു. കാരണം ചായ ഉണ്ടാക്കുക, കടി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക, ഈ കൊണ്ടാവിലേരൊക്കെ കൂടെ ആയിട്ടേ. അപ്പം ഞാനിപ്പം വീഡിയോ എടുത്ത്. ചെറിയ മോന് മദ്രസിട്ട് വന്ന് കളിക്കാൻ പോയിക്കണ്. രാവിലെ എണീക്കുമ്പോൾ വിചാരിച്ചു നല്ല ഒരുപാട് കറിയൊക്കെ കടിയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം. പിന്നെ മടിയായിട്ട് പുട്ടും പഴമാക്കി. തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ബെഡ്ഷീറ്റ് മോളിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ തിരിക്കുക, അടിച്ചു തരിക ഒക്കെയാണ് മോളൂൻ്റെ ഡ്യൂട്ടി. എല്ലാത്തിനും മേൽനോട്ടം വഹിക്കും. എല്ലാം ഇരിക്കാൻ പോകണ്ടോള് കോലം. അതെന്താട്ടിന്ന് അത് ഇരിക്കണ്ട. അല്ലെങ്കിൽ ഇപ്പം മോന് ചോറൊക്കെ കൊണ്ടുപോയി. അത് ലേശം ചോറുണ്ടാക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്കുള്ള ചോറ് ഞാൻ തീമിട്ട് വെച്ചിട്ടുണ്ട്. മൂടിയിട്ടില്ല കേട്ടോ, തിളച്ച് പോയിട്ട്. പിന്നെ മാന്തൾ കറി ഉണ്ടാക്കി. ഇനി മാന്തൾ നന്നാക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് മോനക്ക് ഉണ്ടാക്കി കുറച്ച് ചോറ്, പിന്നെ പുട്ട്. പിന്നെ മാന്തൾ നന്നാക്കാനുള്ള മാന്തളാണ് ഇരിക്കുന്നത്. കുറച്ച് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി. പിന്നെ പഴം ഇതായിരിക്കുന്നു. പിന്നെ കട്ടിച്ചായ എന്താ ഇത് മൂടാത്തൊന്നുമല്ല കേട്ടോ. അപ്പം ഞാൻ തിളച്ച് പോയിച്ചിട്ട് മൂടായാണ് ഞാൻ മൂടിച്ച്. അപ്പോൾ ഒക്കെയാണ് വിശേഷം. ഇത് ചെറിയ മോനാണ് പോണത് സൈക്കിളായിട്ട്. കളേഴ്സ് ഇട്ട് വന്നിട്ട് കളിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കടയിൽ പോവാട്ടോ. രാത്രി മോളോടാ മോളുതാ മോള് മാറ്റുന്നു. ഇത് വരുന്ന ഇപ്പോൾ വരാം. അപ്പോൾ റെഡി ആയിട്ടതാ. എൻ്റെ ബാഗ് എടുക്കടി. അതെടുക്കണേ. ഇവിടെ റോഡ് പണിയായിട്ട് ഇങ്ങോട്ട് ആദ്യമാണ് നടക്ക്. റോഡ് പണിയായിട്ട് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ്. മോള് വേഗം പൂട്ടിവിട്. ഈ ചൂടത്ത് ആരെങ്കിലും കൂടിയൊക്കെ ഇടുമോ മോളോ? അപ്പോൾ ഞങ്ങൾ പോട്ടെട്ടോ. അവിടെയാണ് വണ്ടി ഉള്ളത്. അപ്പം ഇനി ഇങ്ങനെ ഉണ്ട്, ഒന്നും കാണൂല. ആ വെളിച്ചം കാണുന്നിടത്താണ് ഞങ്ങളെ വണ്ടി. ആ വെളിച്ചം, ആ മഞ്ഞ വെളിച്ചം. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നു, കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളെ വണ്ടി അതാ നിൽക്കണം കേട്ടോ. ഓട്ടോറിക്ഷ. അവിടെ നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ റോഡ് പണി കഴിഞ്ഞിട്ട് ചകിരൊക്കെ ഇട്ട് വെച്ചേക്കുക. അപ്പം ഞങ്ങളിങ്ങനെ നടന്നു. ഫോണൊന്നും എടുത്തേക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വ്ളോഗ് ഉണ്ട്. എൻ്റെ മോന് പറയുന്നതാണ് എന്നോട് എല്ലാം നടക്കുന്ന വ്ളോഗ് ഇടാൻ. ഇതട്ടോ ഓട്ടോറിക്ഷ. മോനതിൽ പോയി കയറി. പിന്നെ അപ്പം ഞാൻ പിടിച്ചിങ്ങനെ നോക്കി നോക്കി. ഞാൻ വ്ളോഗ് എടുത്ത് വരികയായിരുന്നു. ഞാൻ വ്ളോഗ് എടുത്തിട്ട് വരികയായിരുന്നു. രണ്ടിടത്ത് ഓണാക്കി മടക്കാനൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഞങ്ങളിവിടെ എത്തി. വീഡിയോ എടുക്കാൻ വന്നാട്ടെ. നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നതാണ്. ഈ മൈരിവിൻ്റെ ശേഷം ആണ് എന്നും വന്നിട്ട് വീഡിയോ എടുക്കുന്ന ടൈം. അപ്പോൾ ആൾ കുറവുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കുറവുണ്ടാവും. എന്തിനാ കടയ്ക്ക് കൊണ്ടുവരണേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. പണിയെടുപ്പിക്കാൻ. മടക്കിക്കൂട്. ഇങ്ങോട്ട് വന്ന് നോക്കണ്ട, വീഡിയോ എടുത്തതാണ്. മടക്കിക്കൂട്. ഇവിടെ വന്ന് നിൽക്കണ പറഞ്ഞപ്പോൾ പണിയെടുപ്പിക്കാൻ കൊണ്ടുവരാണ്. മടക്കിക്കൂട്. എനിക്ക് എന്തോ വേണ്ടി വെച്ചെടുക്കാം. ഞാൻ ചെല്ലി. മോളൂന് എന്താ വേണ്ടതെന്നുള്ള ഓഫർ. ഫാൻറ്, ടീഷർട്ട്,
എല്ലാം കൊടുക്കലില്ല എടുക്കിട്ട് വടക്ക് വടക്ക് ആ എന്നാ പറയും കർമ്മയ്ക്ക് പോവുക അത് എപ്പോ കർമ്മയ്ക്ക് പോവുക എടുക്കലെന്ന കാര്യം ചോദിക്കുകയാണ്. അല്ല എപ്പോ കർമ്മയ്ക്ക് പോവുക? ഇപ്പൊ കർമ്മയ്ക്ക് പോയാല് അപ്പോൾ തിരിച്ചു തരാം മോളാ ഒന്ന് നോക്ക്. രാത്രിയാണല്ലോ പോക്ക്. ഞാൻ പൊന്നു വന്നിട്ട് ചോദിച്ചോക്കാം കർമ്മ അതിനോ അതാണ് ഇന്നത്തെ മോളുവിൻ്റെ ആവശ്യം. ഇന്നൊക്കെ 999 വീഡിയോ ഇട്ടോ ചുരിദാർ ബിറ്റ് അടിപൊളി ചുരിദാർ ബിറ്റുകൾ. അതിന് വന്നാണ് ഞാൻ കട അടച്ച് പോവാൻ വേണ്ടിയിട്ട് ആള് കേറി ഇരിക്കണത് മടക്കണില്ല. കട അടച്ച് പോകുമ്പോ അത് മടക്കില്ല. ഇനി വന്നിട്ട് നാളെ ചേച്ചി വന്നിട്ടാ ചേച്ചി നിങ്ങളും കൂടെ മടക്കില്ല. മോള് ദുഃഖം പേടി. എന്റെ വ്ളോഗാണിത്. ഇതിൽ സംസാരിക്കൂ. എന്റെ വ്ളോഗാണ് സംസാരിക്കൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. എത്ര 9:00 എന്നാ പോവാ. പുറത്തേക്ക് ഇരുട അടച്ചു ഗൈസ്. കട അടച്ചു ഗൈസ്. എന്തോ ഇന്ന കായറല്ല മറ്റോനുണ്ട്. എന്താണ് ആ ഒരു നമുക്ക് പൈസ കൊടുത്താളാ. ഞാനൊക്കെ വരും. ഞാനതിനെല്ലാം ചെയ്യലില്ല. ഒരു ചാനല് ശ്രീയാപ്പക്ക് ചെയ്യൊരു ചാനൽ 2 ചാനൽ എടുക്കാനായ. അപ്പൊ രാത്രി എത്ര മണിയായി? 10 മണി കഴിഞ്ഞു. 10 മണി കഴിഞ്ഞാലും 10:30 11 ആയിട്ടുണ്ടാവില്ല. ഓരോരുത്തരും ഇങ്ങനെ എടുക്കാനുള്ള ഓരോരോ തട്ടിമുട്ടി പരിപാടിയിലാണ്. ഇവിടെ അവിടെ കിടന്ന് ഫോണിൽ കുത്തുന്. നമ്മൾ കിടക്കാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ. പറഞ്ഞിട്ട് എന്താ കാര്യം? നിലത്ത് കിടക്കാൻ ആണ് ഇവർക്ക് ഇഷ്ടം. തണുപ്പായതുകൊണ്ട് അത് 2 ആൾ കിടക്കണ്ട. 3 ബെഡ്റൂമുണ്ട്. ബെഡ് കട്ടിലൊക്കെ ഉണ്ടായിട്ട് നിലത്ത്. അതെന്താ അങ്ങനെ കിടക്കണേ? എന്താണ് ചൂടെടുത്തിട്ടാ മസിയെ? അപ്പം രാത്രി നല്ല കൂരാക്കൂരിട്ട് നന്നായിട്ട്. കൂരാക്കൂരിട്ടൊന്നുമില്ല കേട്ടോ. ഫുള്ള് ലൈറ്റ് ഉണ്ടല്ലോ കൊടുത്തു. മോളു നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞു എല്ലായിടത്തും. നമ്മളത് കഴിഞ്ഞു. ഇനി കറക്റ്റനൊക്കെ ഇടാനുണ്ട് കിടക്കണം. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഈ ചുരിദാർ സൂപ്പറല്ലേ? പക്ഷെ എന്താണെന്നറിയോ, ഒരു ഇന്ന് ആരൊരു കസ്റ്റമർ ചുരിദാറിന് വന്നപ്പോഴല്ലേ കടയിൽ നിന്നൊരു കസ്റ്റമർ വന്നിരുന്നു കേട്ടോ. അപ്പം ചുരിദാർ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട് ചുരിദാർ. അവർക്ക് ഇഷ്ടമായി. അവരെടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചെറിയൊരു ഡാമേജ്. അപ്പം അങ്ങനെ ഡാമേജ് ഉള്ളതൊക്കെ നേരെ എനിക്ക് കൊടുന്നൊരു. അങ്ങനെ കാണാൻ മാത്രം ഡാമേജ് ഒന്നും ഇല്ല കേട്ടോ. കാണിച്ചത് എന്താ ഇപ്പോൾ ഒരു ഡാമേജ് എന്നുള്ളത്. ഇതിമ്മ എവിടെയായിരുന്നു ഡാമേജ്? ഞാൻ കണ്ടില്ല. അപ്പൊ കണ്ടെത്തിട്ട കംപ്ലൈന്റ്. ഇതാണ് കംപ്ലൈന്റ്. പക്ഷേ
അണ്ടാ അപ്പോൾ കംപ്ലൈൻറ്റുള്ള എനിക്ക് കിട്ടി. ഇതെടുത്ത ഒരു മാസം ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ തിരിച്ചയച്ചാൽ അവരെടുക്കും. ഇത് 15 ദിവസമൊക്കെ കഴിഞ്ഞിരിക്കണം. 1-2 മാസമായതാണ് ഇത് കൊടുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് തിരിച്ചയക്കാൻ പറ്റൂല. അപ്പോൾ ഇത് എനിക്ക് കിട്ടിക്കൊള്ളൂ എന്നറിയില്ല. അല്ലെങ്കിൽ മോള് ചെറുതാക്കിയിടൂല മോളോ? ഇത്രയും വർക്ക് ഉണ്ടായതുകൊണ്ടല്ലേ. ഇത്രയും വർക്കാണ് ഷോളിൽ ഇതിനേക്കാളും വർക്കാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? രാത്രിക്കത്തെ വിശേഷം കഴിഞ്ഞിട്ട് രാവിലത്തെ വീഡിയോ ചോറൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇനി രാവിലത്തെ കുറച്ച് വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ട് വൈകിട്ട് ആട്ടിൽ ഞാൻ കുത്തേനെടുത്താണ് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനങ്ങോട്ട് വേലയിരുന്നു. അപ്പം അതൊക്കെ കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ബ്ലോഗാക്കിയിട്ട് ലുക്ക് നോക്കണ്ട എടുക്കാൻ പോവല്ല. പിന്നെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.